വല്ലതും കൊടുക്കാൻ തോന്നുന്നുണ്ടോ, കൊടുത്തേക്കണം, ഇതിന് ഫീസ് പറയാൻ പാടില്ല. ഞാൻ എടുത്തരാം 1 ലക്ഷം കൂലി. ഓലെ പേടിക്കണം, കള്ളന്മാരാണ്, പൈസ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് റഹ്മത്ത് ചൊല്ലി, മുഅ്മിനീങ്ങളോട് കരുണ ചൊല്ലി ഈ മനുഷ്യന് വന്ന മുസീബത്ത് നീങ്ങിപ്പോവട്ടെ എന്നുദ്ദേശിച്ച് സഹായം ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ. അത് നിങ്ങൾ തൃപ്തിപ്പെട്ട് കൊടുത്തേക്കണം. ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക, മറ്റേ ആള് പൊരുത്തപ്പെട്ടേക്കണം. അങ്ങനെയാണ്. ഇതിൽ പൈസ പറഞ്ഞ് ഇതിൽ ഫീസ് ഈടാക്കുന്ന സംഗതിയല്ല ഇത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒരു പ്രയാസം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഉസ്വത്തുൻ ഹസനയായ ഏറ്റവും വലിയ മാതൃകയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കാൻ വേണ്ടി അല്ലാഹു ഹബീബിനെ പരീക്ഷിച്ചതായിരുന്നു. താഴെ ഇറങ്ങി കിണറ്റിന്റെ അടിയിൽ നിന്ന് ഈ സാധനം കിട്ടി, പുറത്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, അങ്ങേക്ക് ഞാൻ മന്ത്രി ചൂതി തരാം. നബിയേ, റുഖിയ ശർഇയ്യ, മന്ത്രി ചൂതി കൊടുക്കുക എന്നതിന്റെ അർത്ഥം. മന്ത്രം എന്നൊക്കെ പറയുമ്പോ അതാകെ അന്ധവിശ്വാസം, ഖുറാഫികൾ എന്ന് പറയരുത്. റുഖിയ ശർഇയ്യ, ശർഇയ്യായ മഅ്സൂറായ ദുആകൾ എടുത്തിട്ട് ഖുർആനിന്റെ ആയാത്തുകൾ ചൊല്ലിയിട്ട് രോഗിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഊതി കൊടുക്കുന്നതിനാണ് റുഖിയ എന്ന് പറയാ. അതിന് മന്ത്രം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കുന്ന വാക്കാ. നമുക്ക് വേറെ പേരുണ്ടെങ്കിൽ നോക്കി, റുഖിയ എന്ന് തന്നെ ആയിക്കോട്ടെ, നമുക്ക് അറബിയാണ് ഉപയോഗിച്ചൂടെ റുഖിയ. മന്ത്രം എന്ന് കേൾക്കുമ്പോ ഇവരെന്തോ മറ്റേ പഴയ തിരിയാത്ത ആൾക്ക് അങ്ങനെയൊന്നും പറയണ്ട, ഉള്ളതും ഇല്ലാത്തതുണ്ട്, അതൊക്കെ ഉലമാ ചർച്ച ചെയ്തോളും. നമ്മൾ സാധാരണക്കാരെ അതിൽ ഹറാം ഹലാം പറയാൻ നിൽക്കണ്ടേ, അത് വിവരല്ലോട് പറഞ്ഞോളൂ. റുഖിയയുണ്ട്, മന്ത്രി ചൂതാന്നതിന് അതിന് മലയാളത്തിൽ പറയാ റുഖിയ. റുഖിയ ശർഇയ്യ, ശർഇയ്യായ മന്ത്രി ചൂതി കൊടുക്കല്, ഇതൊക്കെ നാട്ടിൽ നിന്നുകൊണ്ടിരിക്കാൻ, അതൊക്കെ ഉള്ളതാണ്. ഇമാമുന ബുഖാരി തങ്ങൾ ധരിച്ച ഹദീസ്, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കുറച്ച് സ്വഹാബിമാർ പോയ ചരിത്രമില്ലേ? അവര് പോയി ഒരു നാട്ടിലെത്തി. ആ നാട്ടുകാർ ഇവരെ സൽക്കരിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് ഇന്ന സയ്യിദൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സലീം, സലീം എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. ഒന്ന് സുരക്ഷിതനെന്നാണ്, വേറൊരർത്ഥം പാമ്പ് കടിയേറ്റ ആളെന്നാണ്. അതെന്താണെന്നറിയോ? അറബികൾ തഫാഉലിന് വെച്ചതാ. പാമ്പ് കടിയേറ്റ ആള് രക്ഷപ്പെടാറില്ല, എന്നാ പിന്നെ അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന ആശയത്തിലാണ് പാമ്പ് കടിയേറ്റാക്ക് സലീം എന്ന് പറഞ്ഞത്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് യൂസുഫ് നബ്ഹാനിയുടെ പാട്ടുണ്ട്. മരുഭൂമിക്ക് മഫാസത്ത് എന്ന് അറബിയിൽ പറയും, സ്വഹറ എന്ന് പറയും മരുഭൂമിക്ക്. മഫാസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെടുന്ന സ്ഥലം, ഫൗസ് കിട്ടുന്ന സ്ഥലം. മരുഭൂമിയിൽ ആരെങ്കിലും അകപ്പെട്ടാൽ രക്ഷപ്പെടാറുണ്ടോ? എന്നാൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അറബികൾ മരുഭൂമിക്ക് രക്ഷപ്പെടുന്ന സ്ഥലം എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട്, മഫാസ. എന്ന പോലെ പാമ്പ് കടിയേറ്റാൾ രക്ഷപ്പെടാറില്ല, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് സലീം എന്ന് പറയാറുണ്ട്. സലീമിന് പാമ്പ് കടിയേറ്റാൾ വിളിക്കാൻ നിൽക്കണ്ടേ, അത് ഭാഷയിലെ ഒരു കുസൃതിയാണ്. അപ്പൊ അവർ വന്ന് പറഞ്ഞ വാക്കിതാണ് ഇന്ന സയ്യിദൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അസ്ഹാബു റസൂലല്ലേ, നബി തങ്ങളുടെ അപ്പോസ്തലന്മാരല്ലേ? ഒരാൾ പറഞ്ഞു ഞങ്ങൾ മന്ത്രി ചൂതി തരാം, പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്ന് നടക്കുകയാണ്, ദിവസം കുറെ ഭക്ഷണം കഴിച്ചിട്ട്. ഞങ്ങൾ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് ഫീസ് വേണം, ഭക്ഷണം വേണം. അവർ ന്യായമായി ചോദിച്ചു. എന്റെ വിശന്ന് നടക്കുകയാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാം ആ മതിലിങ്ങനെ വീണ് കിടന്നത്, فوجد فيها جدارا يريد أن ينقض فأقامه, വീഴാൻ പോകുന്ന ഒരു മതിൽ കണ്ട് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാം നിർത്തിവെച്ചില്ലേ? മൂസ നബി ചോദിച്ചില്ലേ, ഖിദ്ർ നബിയെ നമ്മൾ വിശന്ന് നടക്കല്ലേ, ഈ പണിക്കൊരു പൈസ ചോദിച്ചാൽ ആ പൈസ കൊണ്ട് നമുക്ക് വല്ല ഭക്ഷണം വാങ്ങി തിന്നാമായിരുന്നല്ലോ. അവസാനത്തെ ആ ചോദ്യം ചോദിച്ചപ്പോഴാ മൂസ നബിയെ ഹാദാ ഫിറാഖു ബൈനി വബൈനിക ലെറ്റ്സ് ഡിപ്പാർട്ട്, മൂസ നബിയെ ഇനി നമുക്ക് പിരിയാൻ കേട്ടോ, നിങ്ങൾ നമ്മളൊപ്പം നടക്കൂല, നിങ്ങൾക്ക് ഈ ചോദ്യം വല്ലാതെ കൂടുതലുണ്ട്. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ചോദിച്ചെന്നെ അത് ഒരു സ്ഥലം ചോദിക്കും, പിന്നെ അവസ്ഥ വരും, പിന്നെ മറ്റേ സ്ഥലം ഉപരോടും ചോദിക്കും, പിന്നെ വാട്സപ്പ് അതിലും ചോദിക്കും, പിന്നെ വേറെ ആൾക്ക് ഫോം വിളിച്ചും ചോദിക്കും, മരിക്കോളം ചോദിച്ചു നടക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഈ ഒരുപാട് ചോദ്യം ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിക്കുന്നത് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമില്ലാതെ ചോദിക്കണം, ആവശ്യമില്ലാതെ ചോദിക്കണം, ചോദിച്ചു പഠിക്കണം.
സുആൽ മിഫ്താഹുൽ ഇൽം, ഇൽമിന്റെ താക്കോലാണ്. അപ്പോ അങ്ങനെ സ്വഹാബിമാര് പറഞ്ഞെന്ത്, ഞങ്ങൾക്ക് കൂലി തരണം, ഞങ്ങൾ ഇങ്ങനെ ചികിത്സിക്കാൻ ഞങ്ങൾ മന്ത്രിച്ചൂതി തരാം, പക്ഷെ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് കൂലി വേണം, ഞങ്ങൾ പൈസ വിശന്ന് നടക്കുകയാണല്ലോ, വിശപ്പ് ദാഹവും വെള്ളവും ഒന്നുമില്ലാതെ ഞങ്ങൾ വളരെ വിഷമത്തിലാ, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അങ്ങനെ ഒരു സ്വഹാബി മുന്നോട്ട് വന്നു. فقرأ عليه سورة الفاتحة. സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. 7 مرات, 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ. വിഷം കയറി, പാമ്പ് കടിയേറ്റ് വിഷം കയറി ബോധരഹിതനായി കിടക്കുന്ന ഈ കുടുംബത്തിന്റെ തലവന്റെ തലയിലേക്ക് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതിയിട്ട് ഊതിക്കൊടുത്തു. ഇതിനാ മന്ത്രിച്ചൂതാന്ന് പറയാ. ആ മനുഷ്യൻ കഅന്നമാ നശിത മിൻ ഇഖാൽ, ബോധം കെട്ടുപോയ മനുഷ്യന് ബോധം കിട്ടിയ പോലെ അയാൾ എഴുന്നേറ്റിരുന്നു. പിന്നെ ഇപ്പൊ ഗോത്രത്തലവനല്ലേ, എന്താ ഓഫർ ചെയ്യാന്നാ പറയാ, ഒരു കൂട്ടം ആടുകൾ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു, ജീവൻ കിട്ടിയല്ലോ. അപ്പൊ ചില സ്വഹാബിമാർ പറഞ്ഞു, അല്ല ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ, നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം, തങ്ങളോട് ചോദിക്കാം. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വിഷയമെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് എടുക്കാമല്ലോ, വദ്രിബൂലി മിൻഹാ സഹ്മൻ, എനിക്കും ഒരു ഓഹരി നിങ്ങൾ തന്നേക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലാണ്. പിന്നെ എങ്ങനെ വന്നിട്ട് പറ്റൂല എന്ന് പറയാം? അത് ശിർക്കാ കുഫ്റാൻ എങ്ങനെ പറയാം? സ്വഹീഹ് ബുഖാരിയിൽ തെറ്റെന്ന് പറയാൻ പറ്റൂ, ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയാൻ പറ്റൂ. ഇദാ സ്വഹൽ ഹദീസ്, സ്വഹീഹ് ഹദീസ് സ്വഹീഹായി വന്നാൽ ആമന്നാ വസദ്ദഖനാ, കഴിഞ്ഞു. പിന്നെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, അല്ലാഹുവിലേക്ക് തസ്ലീം ചെയ്യുക, പടച്ചവനെ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. അപ്പൊ റുഖിയ ശർഇയ്യ ഉള്ള സംഗതിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾക്ക് രോഗം ബാധിച്ചു, ആ മനുഷ്യന് മരണം ആസന്നമായിട്ടില്ലെങ്കിൽ, അള്ളാഹു മരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, രോഗിയുടെ അടുത്ത് ചെന്ന് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ തജിദു വതുഹാദിർ എന്ന് 7 പ്രാവശ്യം ചൊല്ലി ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഊതിക്കൊടുത്താൽ അയാൾക്ക് അള്ളാഹു ശിഫ കൊടുക്കും. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങേക്ക് മന്ത്രിച്ചൂതി തരാം. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അന്നത്തെ റുഖിയായുടെ വാക്കുകളാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക. ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മന്ത്രിച്ചൂതി തരുന്നു നബിയെ നിങ്ങൾക്ക്. മിൻ കുല്ലി ശൈഇൻ യുഅദീക, അങ്ങയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അങ്ങേക്ക് മോചനം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങേക്ക് മന്ത്രിച്ചൂതി തരുന്നു. ആരാ ഊതിക്കൊടുക്കുന്നത്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. മിൻ ഹാസിദിൻ, അങ്ങയോട് ശത്രുതയുള്ളവന്റെ കണ്ണിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, വഅയ്നിൻ, കണ്ണേറിൽ നിന്ന്. കണ്ണേറിൽ നിന്ന്, ഇംഗ്ലീഷുകാരനതിനെ ഈവിൾ ഐ എന്നാ പറയാം. കണ്ണേറ്, മോശപ്പെട്ട കണ്ണ്. നമ്മൾ പറയാം അതൊന്നുമില്ല. അൽ ഐനു ഹഖ്ഖുൻ, അങ്ങനെയല്ലേ നമ്മുടെ അഖീദ. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ഹഖ്ഖാണ്, ഉള്ള സംഗതിയാണ്. ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേറ് ഹഖ്ഖാണെന്ന. നബിതങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി കുപ്പായ അഴിച്ചിട്ട് ഒരു കുളത്തിൽ കുളിക്കുമ്പോ മദീനയിൽ, അദ്ദേഹം നല്ല വെളുത്ത ശരീരമുള്ള ആളാണ്. ആ വഴിക്കൊരു മനുഷ്യനങ്ങോട്ട് പോയതാ, എന്തോ അയാളെ പറ്റി പറഞ്ഞ് ഈ മനുഷ്യൻ ബോധം കെട്ടുപോളൂ. സ്വഹാബത്ത് താങ്ങിയെടുത്ത് കൊണ്ടുവന്നു. വളരെ സ്വഹീഹായ ഹദീസ്. നബിയെ കുളിച്ചുകൊണ്ടിരിക്കേണ്ടക്ക് ബോധം കെട്ടി വീണതാ. തങ്ങൾ പറഞ്ഞു, അസ്വാബത്തുൽ ഐൻ, കണ്ണ് തട്ടിയതാണ്. ആരാണ് പറഞ്ഞു പോയ ആളെന്ന് ചോദിച്ചു. വരാൻ വേണ്ടി പറഞ്ഞു. ഒളു എടുക്കെന്ന് പറഞ്ഞു. അയാളോട് ഒളു എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒളുഇന്റെ വെള്ളം പാത്രത്തിലേക്ക് ശേഖരിച്ച് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുടഞ്ഞു കൊടുത്തു, കഴുകിക്കൊടുത്തു. ബോധം കെട്ട് ബോധത്തിന് എഴുന്നേറ്റു അദ്ദേഹം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാം. അങ്ങനെ ഉണ്ട്. നാവിന് അസറിലോ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, പറഞ്ഞു പോവും, പറഞ്ഞ കുടുങ്ങിപ്പോവും. അങ്ങനെ ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ഇസ്ലാമിന്റെ ശറഇന്റെ കാഴ്ചപ്പാടിലുള്ള വിഷയങ്ങളാ. ഇല്ലാത്തത് നമ്മൾ എന്തിനാ ഹറാമെന്ന് പറയുന്നത്? ഉള്ളത് ഉള്ളതല്ലേ. ബിദ്അത്ത് ബിദ്അത്താണ്, ശരീഅത്ത് ശരീഅത്താണ്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയങ്ങളാ മന്ത്രി ചൂതി കൊടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഈ വചനം ചൊല്ലി നബി തങ്ങളെ 11 പ്രാവശ്യം മന്ത്രി ചൂതി കൊടുത്തു. ആ കിണറ്റിന്റെ വക്കിൽ കിടത്തിയിട്ട് ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് കാവൽ തരട്ടെ. അല്ലാഹുവിന്റെ നാമം ചൊല്ലി ഞാൻ മന്ത്രി ചൂതി തരുന്നു. മിൻ ഹാസിദിൻ വഅയ്നിൻ, അസൂയക്കാരിൽ നിന്നും
കണ്ണേറുകാരനിൽ നിന്നും അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم